ഇവൻ എനിക്ക് അങ്ങനെ ആയാലും ഞാൻ തിരിച്ചു കൊടുക്കൂടാ. ലൈക്ക് അങ്ങനെ കൊടുത്ത് പിന്നെ പക്ഷെ പഠിക്കത്തില്ല. പിന്നെ എനിക്കും അതെ, ഞാൻ പഠിക്കില്ല. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റെല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര ഒരുപടി മുകളിൽ തന്നെയാണെന്ന് ഞാൻ പറയും. എനിക്ക് ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ കാര്യത്തിൽ എനിക്കറിയില്ല, ഞാൻ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര തോൽവിയാണ്. ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ പറയുന്ന പോലെ മേ ബി എനിക്കറിയില്ല, എന്നെ എനിക്ക് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഫ്രണ്ട്സിൻ്റെ നടുക്കിയിരിക്കുക ഭയങ്കരമായിട്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഫ്രണ്ട്ഷിപ്പിലൊരു ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സെറീന എന്താണെന്നുള്ളത് എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആകെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ സെറീന മാത്രമാണ്. എനിക്ക് ഹൗസിൽ നിന്നും എനിക്ക് സെറീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് ഷോയാണ്, അതിനനുസരിച്ച് നമുക്ക് പോയേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരാളായിട്ട് അങ്ങനെയല്ലോ. ഇപ്പം സെറീനയുടെ കാര്യങ്ങളുണ്ടാവും, എനിക്ക് വേവ് ലെങ്ത് എപ്പോൾ വിളിച്ചാലും എടാ എന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സംഭവം. നമ്മളിപ്പോൾ എപ്പോഴും വിളിക്കാറ് മെസ്സേജ് ഒന്നുമില്ല, പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞിട്ടാ സത്യം. പക്ഷെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ചിലവർ അങ്ങനെയാണ്, നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും മിണ്ടണം എന്നില്ല. പക്ഷെ ആ ഒരു കണക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു സ്നേഹം ഡീപ് റൂട്ടഡ് ആയിട്ടുള്ളതാണ് അതുള്ളത്. പക്ഷെ ഞാനെപ്പോഴും ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്കിപ്പം എവിനുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മേ ബി അവരുടെ കാര്യങ്ങളിലേക്ക് അവരൊക്കെ മീൻസ് എൻഗേജ്ഡ് ആയി കാണാം, അവർ ബിസി ആയിരിക്കും. പക്ഷെ എന്നെ കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് എടാ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സംസാരിക്കാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര തന്നെ ആയിപ്പോയി. പക്ഷെ ആ തന്നെ ആയിരുന്നപ്പോഴും എവിനാണ് എന്നെ ചേർത്ത് പിടിച്ചത്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പെൺകുട്ടികളുടെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. ഈവൻ എനിക്കുമുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞത് അവരൊക്കെ ഇപ്പം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ബിസിയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കിത് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് കോഫി കുടിക്കാൻ പോവാൻ, സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളുടെ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ അതിനെ കൂട്ടിക്കെട്ടാൻ വലിയ പാട്. പിന്നെ കൂട്ടിക്കെട്ടുമ്പോൾ ലൈക്ക് ഓക്കെയാണ്, നമുക്കറിയാം ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളൊന്ന് ഇങ്ങനെ പിടിക്കും. നമ്മൾ വൺസ് ഒന്ന് വേദനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി വേദനിക്കാൻ നമ്മൾക്കൊരു പിടുത്തമായിരിക്കും. നമ്മൾ അങ്ങനെ അങ്ങ് പോവില്ല. ഈ ഹൗസിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഹൗസിൽ പോയി ഒരു 100 days കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ മെന്റലി ഭയങ്കര ഡ്രെയിൻഡ് ആയിരുന്നു. അധികം പേർക്ക് അറിയത്തില്ല ആ കാര്യം. ഞാൻ പ്രൊഫഷണൽ ഹെൽപ്പ് ഞാൻ സീക്ക് ചെയ്തു. എനിക്ക് അത് വേണ്ടി വന്നു. ബിക്കോസ് ഭയങ്കര അതിഭീകര സൈബർ അറ്റാക്ക് ഒരു വഴി, പേഴ്സണൽ പ്രശ്നങ്ങൾ വേറെ വഴി. അപ്പം ചേച്ചിക്കും അതുപോലെ തന്നെ അല്ലെ, പേഴ്സണലി കുറെ ഫ്രണ്ട്സ് ആയ എന്തോ ആയിക്കോട്ടെ, നമുക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്തേ? ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പം ഹൗസിൽ നിന്ന് പോയപ്പം ഉള്ള ഒരു ഇതായിരുന്നില്ല. തിരിച്ചു വന്നപ്പം എവിനും എവിൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഈ ഫാമിലി എന്ന് പറഞ്ഞൊരു ഇത് എന്നെ ഒറ്റയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഈ പറയുന്ന പോലെ എന്തിനും ഏതിനും. പിന്നെ കുറച്ച് ഈ പറയുന്ന പോലെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 1-2 പേര് ലൈക്ക് നമ്മളെ കേൾക്കാനോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവരുടെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ തിരക്കാന്ന് പറഞ്ഞ് മാറിയപ്പോൾ അതെനിക്ക് ഭയങ്കര അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. സ്റ്റിൽ ഞാനത് ഓവർകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പം ആ ഒരു പെയിൻ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമ്മളൊരാളെ സ്നേഹിക്കുന്നത്. അപ്പോൾ എനിക്ക് സെറീനയെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ അടുത്ത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഇപ്പം അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാളെ സ്നേഹിക്കുമ്പം നമ്മൾക്ക് എന്തെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്കൊരു വിഷമം വരുമ്പോൾ എടി എന്ന് പറഞ്ഞ് വിളിക്കാനോ ഒരാളുണ്ടാവും. അത് അങ്ങനെയുള്ളവർ ഭയങ്കര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ലൈക്ക് കുറേ പേരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുമ്പം എനിക്കങ്ങനെ മിസ് ചെയ്യാറുണ്ട്. ലൈക്ക് അയ്യോ എനിക്കും എവിടെയോ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇത്. മേ ബി എനിക്കറിയില്ല,
ബിഗ് ബോസ് കൊണ്ടാണ്. പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അത് എന്തായിരിക്കും. എനിക്കും മനസ്സിലായി. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡൗൺസിലും അപ്സിലും ഒരേപോലെ നിൽക്കുന്ന Yeah, അല്ലേ സത്യം, yeah. ആൾക്കാരുണ്ടല്ലോ. അല്ലാതെ നമ്മുടെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും, എല്ലാ രീതിയിലും നമ്മളെ മനസ്സിലാക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ അതാണ് കാണത്തുള്ളൂ. ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പം എന്നെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ പറയാൻ എൻ്റെ വീട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. നമ്മൾ ഫ്രണ്ടായിട്ട് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് നമുക്ക് എന്തും അവരോട്